ഹൗസ് ഓഫ് പാഷൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥി ആരാണെന്ന് അറിയണ്ടേ? സിനിമാ പിന്നണി ഗായികയും ലിറിസിസ്റ്റുമായ സിംഗർ സോണി മോഹനാണ്. സോണി, വെൽക്കം. ഹായ്. ഹായ്. സോണി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു എന്താ പറയുക, അറിയാൻ ആഗ്രഹം ഉണ്ടാവും, സോണിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ, സോണി ഈ സംഗീതത്തിലേക്ക് വന്ന വഴി എങ്ങനെയാണ് അച്ഛനും അമ്മയും എങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതോ എങ്ങനെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ. അങ്ങനെ സംഗീത പാരമ്പര്യമുള്ളൊരു ഫാമിലി അല്ല, പക്ഷേ എൻ്റെ ഡാഡി അത്യാവശ്യം പാടും, എൻ്റെ സിബ്ലിങ്സ് എല്ലാവരും അത്യാവശ്യം പാടും. ഇതൊരു പ്രൊഫഷനാക്കി എടുത്തത് എൻ്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. ചെറുപ്പം തൊട്ട് പാടുമായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ ഫാമിലിയിൽ തന്നെ ഓരോ ഗാദറിങ്സിനും ഫങ്ഷൻസിനും ഒക്കെ ഇങ്ങനെ പാടുമ്പോൾ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് എന്തായാലും ഈ കുട്ടീനെ പാട്ട് പഠിപ്പിക്കാൻ വിടണം. ആൻഡ് ഒബ്വിയസ്ലി എൻ്റെ പേരൻസിനും തോന്നി അത്യാവശ്യം കുഴപ്പമില്ലാതെ പാടുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ 5th പഠിക്കുമ്പോഴാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. പിന്നെ സ്കൂൾ കോളേജിലൊക്കെ കോമ്പറ്റീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതാണല്ലോ നമ്മുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻസ് ആണ്, സ്കൂൾ കോമ്പറ്റീഷൻസ് ആണ് നമ്മുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അത് റിയാലിറ്റി ഷോകളിൽ എന്തെങ്കിലും? ഞാൻ ഗന്ധർവ സംഗീതം ജൂനിയർ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 6th 7th പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാലിറ്റി ഷോയിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഗുരുനാഥന്മാരെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കുന്നത് നാട്ടിൽ തന്നെയുള്ള തൃക്കുളം വിനോദ് എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ്. പിന്നീട് 2-3 വേറെ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചു. ഇപ്പോൾ കാർത്തിക മാമിൻ്റെ അടുത്ത്, കാർത്തിക വൈദ്യനാഥ മാമിൻ്റെ കീഴിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടെന്നോ? അതെ, ഞാൻ ഓൺലൈനായിട്ട് കർണാട്ടിക് ആൻഡ് ഫിലിം സോങ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഫിലിം സോങ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. ഐ മീൻ ഇപ്പം അതൊരു എനിക്കൊരു പുതിയൊരു അതെന്താ? ചിലർക്ക് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാനായിരിക്കും ആഗ്രഹം. ചിലർക്ക് അവർക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാംസിനൊക്കെ, അതും ചെറിയ കുട്ടികളായിരിക്കില്ലേ കൂടുതലും, കുറച്ച് മുതിർന്ന ആൾക്കാരായിരിക്കും. നമുക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഗ്രൂമിംഗ് നൽകാന്ന് പറയില്ലേ? അതെ അതെ, അതിന്റെ തന്നെ അല്ലേ? അങ്ങനെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ടോപ്പ് സിംഗറിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഗ്രൂം ചെയ്യാറുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പം ക്ലാസ് ആയിട്ട് എടുക്കുമ്പം ചിലർക്ക് അവർ പ്രിഫർ ചെയ്യുന്നത് ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക് ആയിരിക്കും, ചിലർക്ക് ഫിലിം സോങ്സ് ആയിരിക്കും. രണ്ടും ചെയ്യാറുണ്ട്. ചില പാരന്റ്സിന് അവർക്ക് ഫിലിം സോങ്സ് പാടി കേൾക്കണം മക്കൾ, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അത് എനിക്കുള്ള സ്റ്റുഡൻസ് 6 to 60 ഏജിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ കൂടുതൽ ഇപ്പം ഡാൻസ് ആയാലും മ്യൂസിക് ആയാലും ഇപ്പൊ അങ്ങനെയുള്ള കുറേ സ്റ്റുഡൻസ് ആ ഒരു പ്രായം, ആ ഏജ്, റിട്ടയർമെന്റ്, ആഫ്റ്റർ റിട്ടയർമെന്റ് ഇതിലേക്ക് കൂടുതൽ എന്താ പറയാ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ കുറേ ഉണ്ടല്ലേ? ഞാൻ തന്നെ ഇനി പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണമെന്ന്. അപ്പം ഇപ്പോഴാണ് ഞാനൊന്ന് ആലോചിക്കുന്നത്, ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയത്ത് നമുക്ക് ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഓക്കെ ഇപ്പോഴെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു പിന്നീട് വിഷമിക്കാൻ ഒരു ഇടവരണ്ടല്ലോ എന്ന് ആലോചിച്ച് ഇപ്പം ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഈ ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളെ കുറിച്ച് എന്തെങ്കിലും? കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ കലാതിലക ആയിരുന്നു. ഓക്കെ. ഞാൻ ലൈറ്റ് മ്യൂസിക് കഥാപ്രസംഗം. ഏത് കോളേജിലായിരുന്നു? ഞാൻ ഗവൺമെൻറ് പോളിടെക്നിക് ചേളാരിയിലായിരുന്നു. ഓക്കെ. ആദ്യം ഞാൻ ഡിപ്ലോമയാണ് ചെയ്തത്. പിന്നെ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പിന്നെ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം കലാതിലകമായിരുന്നു. പിന്നെ അംഗീകാരം. ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ? ഇല്ല, ഡാൻസ് ഇല്ലായിരുന്നു, മ്യൂസിക് മാത്രം. മോണാക്ട് കഥാപ്രസംഗം. ഓക്കെ. മ്യൂസിക് മോണാക്ട് കഥാപ്രസംഗമൊക്കെ നമുക്ക് പല ശരിയാണ്. ഞാനും വിചാരിച്ചു കലാതിലകം എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു ഇതും കൂടി എടുക്കണമല്ലോ. അതാണ് ഞാൻ മെയിനായിട്ട് ചോദിച്ചത്. ഡാൻസ് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം പ്രധാനമായിട്ടും ഇപ്പം ഒരു ആസ് എ സിംഗർ നമുക്ക് എല്ലാ മ്യൂസിക്കും ഇഷ്ടമാവും. എങ്കിലും സോണിക്ക് കംഫർട്ട് എന്ന് തോന്നുന്നൊരു മ്യൂസിക് സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. എന്താണ്? ഈ പെപ്പി സോങ്ങുകളാണ്? യെസ്, പാടുന്നത് തന്നെ. പണ്ടൊക്കെ മെലഡീസ് മാത്രമായിരുന്നു ഞാൻ പാടിയിരുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ബാൻഡ് ഉണ്ട്, പ്രൊജക്ട് GS. അല്ലാതെ ഞാൻ വേറെ ബാൻഡ്സിൽ ഫീച്ചറിങ് ആർട്ടിസ്റ്റായിട്ടും പാടാറുണ്ട്. അപ്പം നമുക്ക് സ്റ്റേജിൽ വരുമ്പം മെലഡീസ് മാത്രമായിട്ട് പറ്റില്ലല്ലോ, സ്പീഡിലുള്ള പാട്ടുകൾ വേണം, അതിന്റെ പെർഫോമൻസ്. ഓൾറൗണ്ടർ ആയാലേ നമുക്കത് കൂടുതൽ. അപ്പോൾ ഇപ്പം അത്യാവശ്യം എല്ലാ ജോണിലുള്ള പാട്ടുകളും പാടാൻ ശ്രമിക്കാറുണ്ട്, പാടാറുണ്ട്. അതെ. അപ്പോൾ സോണിക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു പാട്ട്
പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാമോ? ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമാ പാട്ട് പാടാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ പാട്ട് കുറച്ച് ആ സമയത്ത് വൈറലായിരുന്നു നമ്മുടെ റീൽസിലും ഒക്കെ ആയിട്ട്. അപ്പം ഇപ്പോഴും ഞാൻ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് ഈ പാട്ട് പറയുമ്പോൾ ഓ ആ പാട്ട് പാടിയത് ഇയാളാണോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം അതാണ്, ആ സിംഗറെ നമ്മൾ അറിയില്ല അല്ലേ. ആ പാട്ട് എല്ലായിടത്തും ഭയങ്കര ഫേമസ് ആയിരിക്കും, പക്ഷെ സിംഗറെ നമ്മൾ അറിയില്ല. അപ്പൊ എന്തായാലും ഇതിൽ കൂടെയെങ്കിലും സോണിയാണ് ആ പാട്ട് പാടി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാട്ട് അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ അറിയാം എന്നുള്ളതുകൊണ്ട് ഇപ്പം ഷോസിന് പോകുമ്പോഴാണെങ്കിലും ഇതുപോലെ ഇൻ്റർവ്യൂസിനാണെങ്കിലും ഒക്കെ ഞാൻ ആദ്യം ഈ പാട്ട് പാടാം. കാരണം ഇപ്പം നമ്മുടെ ഒരു ആദ്യത്തെ ഒരു പാട്ടാണല്ലോ. അപ്പം എന്നെ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറഞ്ഞൊരു അംഗീകാരം എനിക്ക് കിട്ടിയത് ഈ പാട്ട് പാടിയിട്ടാണ്. ആ സിനിമയിൽ 3 പാട്ട് പാടി ആക്ച്വലി. എൻ്റെ ആദ്യത്തെ സിനിമയിൽ മൂവി ഏതായിരുന്നു? 4 years രഞ്ജിത്ത് ശങ്കർ സാറിൻ്റെ മൂവിയായിരുന്നു. ശങ്കർ ശർമ്മ ചേട്ടനായിരുന്നു മ്യൂസിക് ചെയ്തത്. ഓക്കെ ശങ്കർ എനിക്കറിയാം. ഓക്കെ അപ്പം അതിൽ ഒരു പാട്ട് ഞാൻ പാടാം. ഓക്കെ ഫൈൻ. ഇളം തേൻ കാറ്റായി പാറി വന്നു നീ, പരാഗമായി അരൂപിയായി പെയ്തൊഴിഞ്ഞ പാട്ടായി പോയകന്നു നീ, വിലോലമായി അശാന്തമായി വിഷാദം നീ, വിചാരം നീ, സ്വകാര്യം നീ, പ്രയാണം നീ, വികാരം നീ, വിദൂരം നീ, അനേകം നീ, പ്രദോഷം നീ, എൻ കനവിൽ നിൻമിഴികളുമിൻ മിഴിയിൽ നിന്നിനവുകളിൻ നിലവിൽ നിൻ മൃദുല സംഗീതം, ഇൻ ശ്രുതിയിൽ നിൻ വരികളുമിൻ വരിയിൽ നിന്നിനവുകളിൻ നിലവിൽ നിൻ മോഹ സല്ലാപം. ആക്ച്വലി ഞാനും ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇത് അറിയുന്നത്. നമുക്ക് ഈ ഒരു ഇപ്പൊ ലാസ്റ്റ് കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ടേ. അതായത് നമുക്ക് ഈ പാട്ട് ഇങ്ങനെ ആൾക്കാർ കേൾക്കണമെന്ന് കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതെ കാരണം നമുക്ക് ആ സിംഗർ ഇങ്ങനെ ഈ പാട്ട് ഫേമസ് ആകുമ്പോൾ ആ സിംഗറും കൂടി അറിയപ്പെടണം എന്നൊക്കെ നമ്മൾ പേഴ്സണലി നമ്മൾ ആഗ്രഹിക്കുന്ന ഇല്ലേ. അപ്പൊ അതെല്ലാവരും ഒന്ന് കേൾക്കട്ടെ, സോണിയാണ് അത് പാടിയിരിക്കുന്നത്. പക്ഷേ ഈ പാട്ടെങ്കിലും ഇത്രയും ആൾക്കാർ കേൾക്കണമെന്ന് പറയണത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതെ ഇപ്പോൾ സിംഗേഴ്സ് പല ആളുകളും ഇപ്പോൾ പ്ലേ ബാക്ക് സിംഗേഴ്സ് ആയാലും എല്ലാ സിംഗേഴ്സ് ആയാലും പൊതുവേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുമ്പോൾ കവർ സോങ്സ് ആണ് അല്ലേ. നമുക്ക് സ്വന്തമായിട്ട് അവിടെ നമുക്കൊരു ഫ്രീഡം ഉണ്ട്, നമ്മുടെ ഒരു ശൈലിയിലും ഒക്കെ നമുക്ക് പാടാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സോണി അബൌട്ട് കവർ സോങ്, എന്താണ് അഭിപ്രായം? ചെയ്തിട്ടുണ്ടോ? കവർ സോങ്സ് ഇപ്പോഴും ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് സമയത്താണ് ഞാൻ ഞാൻ അതുവരെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ക്ലാസ്സൊക്കെ നിന്നു. അപ്പം അടച്ചു വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു മ്യൂസിക് എന്ന് പറയുന്നത്. കോളേജൊക്കെ കഴിഞ്ഞ് പിന്നെ അത്രയൊരു എന്തോ ഒരു കാരണം കൊണ്ട്, പക്ഷേ വീട്ടിലെ എല്ലാവർക്കും ഇപ്പം എൻ്റെ പേരൻസിനാണെങ്കിലൊക്കെ ഞാനൊരു പിന്നണി ഗായികയായിട്ട് വരണം, പാട്ട് തന്നെ എൻ്റെ കരിയറായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഫാമിലിയുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എൻ്റെ എന്തോ ഒരു ആ സമയത്ത് ഞാനത് വിട്ട് നിൽക്കുമായിരുന്നു. കോവിഡ് വന്നപ്പോഴാണ് എനിക്കൊരു പെട്ടെന്നൊരു ബോധോദയം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് എന്നുള്ള പോലെ എൻ്റെ കുറച്ച് നല്ല ഫ്രണ്ട്സിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു ആ സമയത്ത്. കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും കുറെ തിരിച്ചറിവുകളുണ്ട്. ആലോചിക്കാനും ചെയ്യാനും തിരിച്ചറിയാനും ഒക്കെ ഉള്ളൊരു സമയം ഉണ്ടായതുകൊണ്ട് ഞാൻ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. കവർ സോങ്സ് പാടിയിടാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ആ ടൈമിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗൗതം വിൻസെന്റ്. അപ്പം ആളുടെയും ഒരു സപ്പോർട്ട് ഫ്രം ദെയർ ഇവിടെ വരെ ഇപ്പോഴും ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലേ, ഈ ഒരു ഇതിൽ നിൽക്കുമ്പോഴും. അതെ തീർച്ചയായിട്ടും. ഇപ്പം കവർ സോങ്സ് അപ്പം തൊട്ട് പാടിയിടാൻ തുടങ്ങുന്നു. ഇപ്പം എൻ്റെ ഫസ്റ്റ് മൂവിയിലേക്കുള്ളൊരു എൻട്രി എന്ന് പറയുന്നതും ഞാൻ പാടിയ കവർ സോങ്സ് ഓഡീഷൻ അയച്ചു കൊടുത്തിട്ടായിരുന്നു എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ പാട്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പാടുക, അല്ലെങ്കിൽ പഴയ പാട്ടുകൾ തന്നെ. ഇപ്പം ഞാൻ കുറച്ചായിട്ട് പഴയ പാട്ടുകൾ കുറേ
കവേഴ്സ് ചെയ്യാറുണ്ട്. അത് അത്യാവശ്യം ഇങ്ങനെ റീച്ച് റീച്ച് ആവുന്നുണ്ട്. കാരണം ആ പഴയ പാട്ടുകളാണ് ആളുകൾക്ക് ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടം എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയാ ഈ നമ്മൾ വോയിസ് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് എങ്ങനെയാണ്? ഈ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ളതാണോ, അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം ഉണ്ടാക്കി? ഇപ്പം ഏർലി മോർണിംഗ് ചില ആളുകൾ പറയും ഏർലി മോർണിംഗ് എഴുന്നേറ്റ് പാടുക. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല, പക്ഷേ ഏറ്റവും നല്ലത് രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ലൈക്ക് പ്രാക്ടീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് രാവിലെ നമ്മൾ കീഴ്സ്ഥായി വരിശകൾ പാടുക, ഉച്ചയ്ക്ക് ഒരു മധ്യസ്ഥായി, വൈകിട്ടാകുമ്പോഴത്തേക്കും മേൽസ്ഥായി. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർ രീതിയൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെ ചെയ്യണം എന്നാണ്. അതിനുള്ളൊരു സമയം അല്ലെങ്കിൽ മേ ബി നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 1 ടൈം എന്തായാലും ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ഇതൊക്കെ തന്നെ ഇപ്പോൾ പഠിപ്പിക്കുമ്പോഴായാലും അത് നമുക്കൊരു പ്രാക്ടീസാണ്. നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളായാലും അതും നമ്മുടെ ഒരു പ്രാക്ടീസാണ്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇതിലേക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം തിരിച്ചറിവ് വരാൻ വൈകി, പക്ഷെ വന്നു കഴിഞ്ഞപ്പം എന്തായാലും ഇനി ഇതാണ് എൻ്റെ കരിയർ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ലൈഫ് എന്നുള്ളൊരു വേറെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബിഫോർ 2020 ഞാൻ ക്ലാസ് എടുത്തിരുന്നു. IT-യിൽ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് മ്യൂസിക് ഫുൾ ടൈം മ്യൂസീഷ്യനായിട്ട് ഇപ്പം ഉള്ളത്. ഓക്കെ.